നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശത്തിൽ രാഷ്ട്രീയ വിവാദം. വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് ഭൂമി തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി നിലപാട് മാറ്റി എന്നാണ് വിമർശനം. മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കവും വഖഫ് ഭേദഗതി നിയമവും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ തുറന്നു പറഞ്ഞുവെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. മുനമ്പത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി 24-നോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. വഖഫ് എന്ന് പറയുന്നത് ഒരു പുണ്യമാർഗത്തിൽ അവനവൻ്റെ സമ്പാദ്യം അർപ്പിക്കാനുള്ള ഒരവകാശമാണ്. അതിന് സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ ഒന്നും ഒരു നഷ്ടവുമില്ല. അവരെ സമ്പാദ്യം കൊടുക്കാനുള്ള അവകാശമാണ്. അതാണ് ഇവിടെ കൈവെക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടത് മതപരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയ ഒരു അധികാരമാണ്, ഭരണഘടന. അപ്പോൾ ആ ഭരണഘടനയിലുള്ള ഇത്രയും മഹത്തായ ഒരു കാര്യം, നമ്മളെ മതേതര സ്വഭാവം തന്നെ ഇല്ലാതാക്കുന്ന കാര്യം, അതിനെതിരായി എല്ലാ മതേതര പാർട്ടികളും ഫൈറ്റിലാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണ് ഞങ്ങളും ഈ റാലി നടത്തുന്നത്. മുനമ്പം വിഷയത്തിൽ BJP RSS നാടകം പൊളിഞ്ഞെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുതലെടുപ്പിന് ശ്രമിച്ചവർ പരാജയപ്പെട്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. അല്ല, BJP ഉദ്ദേശിച്ചതെന്താ പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയുള്ള ക്രിസ്തീയ ജനവിഭാഗം, അങ്ങനെ ഒരു വിഭാഗത്തെ രൂപപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ വഖഫ് ബില്ല് തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഓർഗനൈസർ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച അവരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് പള്ളിക്കാണുള്ളത് എന്നാണ്. അപ്പോൾ ആദ്യം മുസ്ലിം വിരുദ്ധത, പിന്നീട് ക്രിസ്ത്യൻ വിരുദ്ധത. ഇത് മുമ്പ് തന്നെയുള്ള RSSൻ്റെ BJPയുടെ ഒരു സമീപനമാണ്. അതിനിടെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കും. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, ഇന്നിപ്പോൾ രാജ്യത്ത് തന്നെ നടക്കാൻ പോകുന്ന ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ റാലി അതാകും കോഴിക്കോട്ട് നടക്കാൻ പോകുന്നത് എന്നതാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം. ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കും എന്നൊക്കെയുള്ളതാണ് അവരുടെ പ്രതീക്ഷ. കോഴിക്കോട് കടപ്പുറത്ത് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് മുസ്ലിം ലീഗിന്റെ മഹാറാലി. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ, മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കൾ, കൂടാതെ പഞ്ചാബിന്റെ കോൺഗ്രസ് അധ്യക്ഷൻ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് ഏറ്റവും ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് സംസാരിച്ച നേതാവ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഒരു പ്രതിഷേധത്തിലൂടെ എന്നൊക്കെയുള്ളത് ഈ നേതാക്കൾ അവർ തുറന്നു പറയാൻ പോവുകയാണ്. വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് കടപ്പുറത്താണ് മഹാറാലി നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേന്ദ്രം മുനമ്പത്ത് ജനങ്ങളെ വഞ്ചിച്ചു എന്നത് ലീഗിന്റെ പ്രതികരണമായി പുറത്തു വരുമ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന മഹാറാലിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ അവിടെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ കള്ളി വെളിച്ചത്തായി എന്നത് ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ CPIMൻ്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റാലിയിലേക്കാണ് ഇന്ന് കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സമീർ, പറയൂ. 1,00,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിനാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയായിരിക്കും ഈ പ്രക്ഷോഭ പരിപാടി ആരംഭിക്കുക. തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ PCC അധ്യക്ഷൻ, പഞ്ചാബ് PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രക്ഷോഭമായി ഇത് മാറും എന്നാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പം വിഷയവും അതുപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി, കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു പ്രതികരണം വന്നത്. ആ പ്രതികരണം പ്രകാരമാണ് വഖഫ് നിയമ ഭേദഗതിയും അതുപോലെ തന്നെ മുനമ്പവും തമ്മിൽ ബന്ധമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ CPIMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വിവിധ തലങ്ങളിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. BJP നേതാക്കളും കേന്ദ്ര സർക്കാരും മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചു, ഒരു വിധത്തിലും ഈ വിഷയം പരിഹരിക്കാൻ അവർക്ക് താല്പര്യമില്ല, അത് രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വാക്കുകളായിരുന്നു. അത്തരം പ്രവർത്തികൾ മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മുനമ്പത്ത് വന്നുകൊണ്ട് സ്വീകരണം ഏറ്റുവാങ്ങുന്നതല്ലാതെ അവിടുത്തെ ജനങ്ങളുടെ വിഷയം പരിഹരിക്കുന്നതിന് ഒരു വിധത്തിലുമുള്ള ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് CPIMും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിൽ അവർ കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് കൂടി അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത്തരത്തിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി
MV ഗോവിന്ദൻ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തും പ്രതികരണങ്ങൾ വരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരും അതുപോലെ BJPയും മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന നിലപാടാണ് ഈ ഭാഗത്തു നിന്നൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത്. ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. അത് ഇപ്പോൾ ട്രിബ്യൂണൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ്. ആ വിഷയത്തിൽ ഗണ്യമായ ഒരു പരിഹാരത്തിന് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് സാമുദായിക കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആവശ്യം കൂടി എല്ലാവരും മുന്നോട്ട് വെക്കുന്നുണ്ട്. അനുജ, ഇന്നലെയാണ് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് മുനമ്പത്തുകാരുടെ പ്രശ്നപരിഹാരമാകുന്നില്ല, നിയമപോരാട്ടം തുടരേണ്ടി വരും എന്നുള്ളത്. അത് സമരസമിതിക്കാർക്കും തെല്ലൊന്നുമല്ല നിരാശയുണ്ടാക്കിയത് എന്നതാണ് പിന്നീട് വന്ന പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ. ഏതായാലും ഇതിന്മേലുള്ള തുടർ പ്രതികരണങ്ങളാണ് ഇന്നിപ്പോൾ വരുന്നത്. RSS BJP നാടകം പൊളിഞ്ഞുവെന്ന് CPIM പറയുമ്പോൾ കള്ളക്കളി വെളിച്ചത്തായി കേന്ദ്രം മുനമ്പത്തുകാരെ വഞ്ചിച്ചു എന്നതാണ് ലീഗിന്റെ പ്രതികരണം. ഇന്നിപ്പോൾ 3 മണിക്ക് ലീഗിന്റെ മഹാറാലി കോഴിക്കോട് കടപ്പുറത്ത് നടക്കാനിരിക്കുന്നു.